മറ്റ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ്. കണ്ടോ, എന്താണെന്ന് മനസ്സിലായി? ഇതാണ് ഗരം മസാലയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിതാ ഇവിടെ ഒരു അരക്കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പട്ടയുടെ ഇല, ബേ ലീഫ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4-5 സ്റ്റാർ തക്കോലം, പിന്നെ 2-3 വലിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 കറുത്ത ഏലക്കയാണിത്. ഇത് നമ്മളുടെ സാധാരണ ഏലക്കയാണ്. 5-10 എടുത്തിട്ടുണ്ട്. പിന്നെ 2 ജാതിപത്രി, ജാതിക്കയുടെ തോല്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ ജീരകം, 1 ടേബിൾ സ്പൂണ് നമ്മളുടെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ പാറപ്പൂവ്, ബ്ലാക്ക് റോക്ക് ഫ്ലവർ, ഇതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ നല്ലോണം വറുത്തെടുക്കണം. ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ്. എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മളുടെ ഈ മസാലകളെല്ലാം ഒന്ന് നല്ലവണ്ണം വറുത്തെടുക്കാം. ഇത് തീ വളരെ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകരുത്. ആദ്യമായിട്ട് നമുക്ക് മല്ലി വറുത്തെടുക്കാം. നമ്മളിങ്ങനെയൊക്കെ പൊടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. മല്ലിതായ ഇവിടെ പാകമായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഓരോരോ സാധനങ്ങൾ, അത് നമ്മൾക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം. ഏലക്ക, പിന്നെ കറുത്ത ഏലക്ക, പൂവ് നമ്മൾക്ക് പിന്നെ അവസാനം ഇടാം. പിന്നെ പെരുംജീരകം, പട്ട, തക്കോലം, കുരുമുളക്, നമ്മുടെ സാധാരണ ജീരകം, ഗ്രാമ്പു. പിന്നെ നമ്മൾക്ക് ഈ ഇലയും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിന് നമ്മൾക്ക് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൊടികൾക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒന്ന് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇതെല്ലാം ഇവിടെ നല്ല പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൂവ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ പൂവ് ഇട്ട് കഴിഞ്ഞാൽ പാറപ്പൂ ഇട്ടാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അവസാനം ഇടുന്നത്. അതുകൊണ്ടിൽ ഇലയെല്ലാം നല്ല പാകത്തിന് ഉണങ്ങിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതും കൂടെ നമ്മൾക്ക് വറുത്ത മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നാറിയിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഈ വറുത്തുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം ആറാൻ വയ്ക്കാം. ആറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കഷ്ടമൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ നമ്മൾ വറുത്ത മസാലകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനത്തെ ചെറിയ ജാർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾക്ക് മൂടി വെച്ച് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ അതിൽ ഗരം മസാല ഇവിടെ നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്മെല്ലൊന്നും അല്ല കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മളിത് വെച്ച് കറിയിലൊക്കെ ചേർത്ത് കറി വെച്ചാൽ. അപ്പോൾ ഇതാ നമ്മളുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സ്മെല്ലുള്ള നല്ലൊരു ഗരം മസാല പൊടിയാണിത്. ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഇതാണ് നമ്മളുടെ മസാല, ഗരം മസാല ഇവിടെ ബോട്ടിലേക്ക് ആക്കിയിട്ട്. ഇതേപോലെ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അത് നമ്മളുടെ
മസാലപ്പൊടി ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.